ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പൂജാൻസ് കിച്ചൺ. ഓണമൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് അടിപൊളി ഒരു ചവ്വരി പായസവും പിന്നെ നമ്മുടെ സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു അടിപൊളി അവിയലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവിയലാണ് എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ഈ രണ്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അവിയലിനായിട്ട് ഞാനിവിടെ ഒരു ചേന എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നീളത്തിൽ. പിന്നെ പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്യാരറ്റ്, മുരിങ്ങക്കായ, പച്ചപ്പയർ, പിന്നെ ഒരു 3 പച്ചമുളകാണ് എടുത്തത്. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നികക്കെ പൊന്തി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം വെള്ളം കൂടിപ്പോയതാണെങ്കിൽ നമ്മുടെ അവിയൽ ഒരു പരുവത്തിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ അതിലൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഗ്യാസിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയം ഇവിടെ അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ക്യുമിൻ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 1/4 കപ്പിൻ്റെ പകുതി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1/4 കപ്പും പിന്നെ 1/4 കപ്പിൻ്റെ പകുതിയും അത്ര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. നന്ന പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് തന്നെ മതി. അപ്പോൾ ഇത് കൂട്ടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരപ്പിൽ മഞ്ഞൾ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. വെജിറ്റബിൾസിൽ ഓൾറെഡി ഞാൻ മഞ്ഞൾ ചേർത്തത് കൊണ്ട്. അപ്പോൾ ഇതാ വെന്ത് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫുള്ള് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഇതിലിനി ഉപ്പുണ്ടോയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് ചുറ്റിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതിൽ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അവിയൽ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടമാണ് അവിയൽ കഴിക്കാൻ. അപ്പോൾ ഇതാ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്ന ഞാൻ ഇതിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അവിയൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമാണ് അവിയൽ. നല്ലൊരു കളറിൽ നല്ല പരുവത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിയൽ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അറിയുന്ന ആൾക്കാർ ഓൾറെഡി പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇനി പായസത്തിൻ്റെ റെസിപ്പിയിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 2 പാക്ക് പാല്, 1 ലിറ്റർ പാലാണ് എടുത്തത്. 1 ലിറ്റർ പാലും പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചവ്വരി ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ലിറ്റർ പാലും പിന്നെ ഒരു 250 ml വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചവ്വരി നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ കുതിർത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകി എടുത്തതാണ്, കഴുകി ഊറ്റിയതാണ്. അപ്പോൾ അതുകൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ചവ്വരി ആദ്യം വേവിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, പാലിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേവാത്ത പ്രശ്നം വരുന്നു തോന്നുകയാണെങ്കിൽ ആദ്യം വേവിച്ചിട്ട് ഇട്ടാൽ മതി. പക്ഷേങ്കിൽ ചെറിയ ചവ്വരി വാങ്ങിയതാണെങ്കിൽ അങ്ങനത്തെ വേവിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. കറക്റ്റ് 1 ലിറ്റർ പാലും 250 ml വെള്ളം കൂടി വേണം. ഒരു 150 ഗ്രാമാണ് ഞാൻ ചവ്വരി എടുത്തത്. ചെറിയ ചവ്വരിയാണ് എടുത്തത്. 150 ഗ്രാമാണ് എടുത്തത്. അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം വെന്ത് വരട്ടെ. അത് അടി പിടിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. അടിയിലൊന്നും പിടിച്ചു പോയത്. ഞാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തത്, ഉരുളിയാണ് എടുത്തത്. അപ്പോൾ ഇതാ ചവരിയൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വരുന്ന സമയം ഞാൻ അതിലേക്കൊരു 4-5 ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ് ജസ്റ്റ് ഞാൻ കുത്തി പൊടിച്ചതാണ്, അല്ല മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് തന്നെ നല്ല രസമുള്ളൊരു കളറായിട്ട് വരും. ഞാൻ ഒരു 1/4 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ മധുരമൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഞാൻ അത് ഓവർ മധുരത്തിലല്ല ആക്കിയത്, കറക്റ്റ് കുടിക്കാൻ പാകത്തിനുള്ള മധുരത്തിലാണ് ആക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കളറും ഉണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ പാലടപ്രഥമൻ പോലെ ഉണ്ട് കാണാൻ, നല്ല ഭംഗിയിൽ കിട്ടിക്കുന്നത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് താളിച്ചൊഴിക്കണം.
പിന്നെ ഞാനൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് വെള്ളം ഒഴിച്ചുള്ളൂ, ഒരു 250 ml വെള്ളം ഒഴിച്ചുള്ളൂ. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ചുവ വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിയും കിസ്മിസും ഇട്ടിട്ട് ഞാൻ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ പറയണേ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം, എന്നാലുള്ള ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ ആ ഒരു ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണം, എന്നാലേ ഉള്ളൂ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുക, നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇനി ഇത് പായസത്തിൻ്റെ മീതെ വയ്ക്കുന്ന ഒരു പണിയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി പായസവും കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും പായസം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പായസവും ചവ്വരി പായസവും ഈസി ആൻഡ് ടേസ്റ്റി ആൻഡ് ഈസി സിമ്പിളായിട്ടുള്ള പായസം. പിന്നെ നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.